യൂബീസ് ക്രിയേറ്റീവ് ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇഷ്ടം പോലെ വഴുതനങ്ങ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. നമ്മൾ കർഷകർ പ്രത്യേകിച്ച് പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യുന്നവരെ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് മുഞ്ഞ. പയറൊക്കെ നട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വഴുതിനൊക്കെ നട്ടു കഴിഞ്ഞാൽ മുഞ്ഞ കയറി ഒരാഴ്ചയിൽ നമ്മൾ ശ്രദ്ധിച്ചില്ല മുഴുവൻ നശിച്ചു പോകും. അപ്പോൾ നമ്മൾ കീടനാശിനി നമുക്ക് ഉപയോഗിക്കാൻ വേണമെങ്കിൽ, പക്ഷെ അതുകൊണ്ടുള്ള ദോഷങ്ങൾ നമുക്കറിയാമല്ലോ. നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നമ്മുടെ വീട്ടിൽ 2-3 സാധനങ്ങൾ മാത്രം മതി. വീട്ടിലുള്ള സാധനങ്ങളാണ്. അത് വെച്ച് നമുക്ക് മുഞ്ഞയെ തുരത്താനുള്ള ഒരു കീടനാശിനി, ഒരു ഓർഗാനിക് കീടനാശിനി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എങ്ങനെ തയ്യാറാക്കുന്നത് കണ്ടിട്ട് വരാം. ഒരു ഹൈബ്രിഡ് ചെമ്പരത്തിയാണ് കേട്ടോ. അതിൽ മുഞ്ഞ കയറിയിരിക്കുന്നത് കണ്ടോ? ഇത് മുഴുവനും അതിനകത്ത് അടുത്ത് തന്നെ ഉറുമ്പുണ്ട്. ഉറുമ്പെന്ന് വെച്ചാൽ ഈ മുഞ്ഞ പുറപ്പെടുവിക്കുന്ന ദ്രാവകത്തിന് ഒരു മധുരമുണ്ട്. ഇത് കഴിക്കാൻ വരുന്നതാണ് അവർ. കണ്ടില്ലേ, മുഞ്ഞ കയറിയിട്ട് വഴുതിനയുടെ ഇലയൊക്കെ നാശമായിട്ടുണ്ട്. ഒരാഴ്ച, ഒരു 10 ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോഴാണ് ഇത് ഈ തരത്തിലായത്. അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ കീടനാശിനി ഉപയോഗിക്കാം, പക്ഷേ അത് നമുക്ക് ഇത് ഒരിക്കലും വീട്ടിൽ നമ്മൾ അത് ചെയ്യാറില്ല. അതുകൊണ്ട് നമുക്കിനി ഒരു ജൈവ കീടനാശിനി ഉണ്ടാക്കിയിട്ട് തളിച്ചു കൊടുക്കുന്നതാണിത്. ഇത് എന്താ പറയുക, ഒരാഴ്ചയിൽ 2 തവണയെങ്കിലും ചെയ്യണം കേട്ടോ. എന്നാലേ ഉള്ളൂ ഇത് മാറിക്കിട്ടുള്ളൂ. പെട്ടെന്നൊന്നും മാറില്ല. ഇങ്ങനെ നമുക്കറിയാമല്ലോ, ജൈവം ഉപയോഗിക്കുമ്പോൾ അത് പെട്ടെന്ന് എൻ്റെ റിസൾട്ട് കിട്ടില്ല. ഉണ്ടോ, ഒക്കെ നാശമായിരിക്കുകയാണ്. വഴുതനയുടെ ഇലയുടെ പുറംവശത്ത് അകത്താണ് കൂടുതലും നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇത് തളിക്കുമ്പോൾ ഇല ഇങ്ങനെ മറിച്ച് വെച്ചിട്ട് കൂടെ അടിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ തണ്ടിലും എല്ലായിടത്തും വീഴുന്ന രീതിയിൽ വേണം നമ്മൾ ഈ കീടനാശിനി ഉപയോഗിക്കാനായിട്ട്. ആ പ്ലാന്റിൻ്റെ ഭംഗി തന്നെ പോയി. ഇലയൊക്കെ ചുരുണ്ടിട്ട് ഒരു പരുവത്തിൽ നമ്മളെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ ഉള്ളൂ. 10 ദിവസം നമ്മൾ വിട്ടു നിന്നാൽ ഇതാണ് നമ്മുടെ പച്ചക്കറിയുടെ ഒരവസ്ഥ. അപ്പോൾ അത് നമ്മൾ എല്ലായിടത്തും, അതുപോലെ മുന്നേ നമ്മൾ ആദ്യം ഒന്ന് നല്ലപോലെ വെള്ളം അടിച്ച് നല്ലപോലെ നല്ല ശക്തിക്ക് വെള്ളം അടിച്ചൊന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ മുഞ്ഞയെല്ലാം താഴെ വീഴും. ഈ താഴെ വീണാൽ പിന്നെ ഇവർക്ക് ജീവിക്കാൻ കഴിയില്ല. അതിനുശേഷം മരുന്ന് കുടിച്ചിട്ട് നല്ലത്. പക്ഷെ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇലകളൊക്കെ നശിച്ചു പോകാത്ത രീതിയിൽ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം ഒന്ന് ഞാൻ സ്പ്രേ ചെയ്ത് നോക്കി, കുറേ ഒക്കെ താഴെ വീണ് കളഞ്ഞു. അതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ ഈ മരുന്ന് ചെയ്ത് കൊടുക്കുന്നത്. അതിൽ എല്ലാ സ്ഥലത്തിൻ്റെ വീഴുന്ന രീതിയിൽ വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഒരാഴ്ചയിൽ 2 തവണ വെച്ച് ചെയ്യുക. അങ്ങനെ ഒരു 15 ദിവസം കഴിയുമ്പോൾ നമ്മുടെ വഴുതനയൊക്കെ നന്നായി വരുന്നതായിരിക്കും. വഴുതനയല്ല, ഏത് ചെടിയാണ് കണ്ടോ, ഒരു ചെമ്പരത്തിയുടെ മൊട്ടിൽ കയറിയിരിക്കുന്ന മുഞ്ഞകളെ കണ്ടോ? ഇങ്ങനെയാണ് നമ്മുടെ എല്ലാ ചെടികളും നശിപ്പിക്കുന്നത്. അപ്പോൾ ഈ കീടനാശിനി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് വേണ്ടത് വിനാഗിരി, വെളിച്ചെണ്ണ, ഇത് നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡ്, സോപ്പായാലും കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ 3 സാധനങ്ങൾ മതി. ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ളതാണല്ലോ. ഇത് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു പാത്രം എടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കേണ്ടത് 50 മില്ലി വിനാഗിരിയാണ് കേട്ടോ. വിനാഗിരി 50 മില്ലി എടുക്കാവുള്ളൂ, അതിൽ കൂടാൻ പാടില്ല. ഇത് 50 മില്ലിയുടെ പാത്രമാണ്. ഞാൻ ഒരു പാത്രം എടുക്കുന്നുണ്ട്. 50 മില്ലി മാത്രം എടുത്താൽ മതി. അത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണ, ഏതെണ്ണയായാലും കുഴപ്പമില്ല. അല്ല, വെളിച്ചെണ്ണ നമ്മുടെ എന്താ പറയുക, വേപ്പെണ്ണയും കുഴപ്പമില്ല കേട്ടോ, വെളിച്ചെണ്ണ ആയാലും മതി. വെളിച്ചെണ്ണ നമുക്ക് 25 മില്ലിയാണ് വേണ്ടത്. അപ്പോൾ ഇത് 15 മില്ലിയുടെ പാത്രമാണ്. അപ്പം 25 മില്ലി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡില്ലേ, അല്ലെങ്കിൽ സോപ്പ്. അപ്പോൾ അതും അതുപോലെ തന്നെ 25 മില്ലി. അപ്പോൾ 100 മില്ലി ആയിട്ടുണ്ട്. ഇപ്പം വിനാഗിരി 50, വെളിച്ചെണ്ണ 50, വെളിച്ചെണ്ണ 25, ഇത് 25, അങ്ങനെ 100 മില്ലി. ഇനി നമുക്ക് ഇത് 1 ലിറ്ററാണ് നമ്മൾ തയ്യാറാക്കാൻ വന്നത്. ബാക്കി അപ്പോൾ നമുക്ക് 900 മില്ലി ലിറ്റർ വെള്ളമാണ് ചേർക്കേണ്ടത്. 900 മില്ലി വെള്ളം. അപ്പോൾ നമുക്ക് ഒരു അളവ് പാത്രം ഞാൻ എടുത്തിട്ടില്ല. ഇതാണ് നമ്മുടെ 3 സാധനങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്നത്. അത് ഇരിക്കട്ടെ. അതിനകത്തേക്ക് നമുക്ക് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ, നല്ലതുപോലെ മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഒരു അളവ് പാത്രമാണിത്. ഇതിനകത്ത് അളവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 900 മില്ലി വെള്ളം ഇതിനകത്ത് ആഡ് ചെയ്യാൻ പോവാണ്.
എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്കിത് എല്ലായിടത്തും എല്ലാ ചെടിയുടെയും മുഞ്ഞ ബാധിച്ച എല്ലാ ചെടിയുടെയും മുകളിലും ഇലയിലും തണ്ടിലും ഒക്കെ വീഴുന്ന രീതിയിൽ അത് ചെയ്യുന്നത് രാവിലെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അതിരാവിലെ, അതായത് 7 വിട്ടു പോകരുത്. അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ശേഷം ചെയ്യണം. എപ്പോഴും നമ്മൾ രാവിലെ ചെയ്യുക, അതിരാവിലെ, അതായിരിക്കും നല്ലത്. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ഭീഷണികൾ നേരിടുന്നുണ്ടെങ്കിൽ ഇത് ചെയ്ത് നോക്കുക. ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളിതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ചു കൊടുക്കാം. കരടൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം. കരടുണ്ടെങ്കിൽ അത് അരിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ കരടൊന്നും വന്നിട്ടില്ല. നമുക്ക് ബോട്ടിലിൽ ഒഴിച്ചു കൊടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഒന്ന് അരിച്ചേക്കാം. എന്തെങ്കിലും കരടുണ്ടെങ്കിൽ നമുക്കത് സ്പ്രേ ബോട്ടിൽ തടയാതിരിക്കുമല്ലോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണേ. അപ്പോൾ ബോട്ടിൽ നമുക്ക് ഇനി അടച്ചു കൊടുക്കാം. നമ്മുടെ പത കുറച്ച് ഉള്ളതുകൊണ്ട് കുറച്ചൊന്ന് ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് പിന്നെ, അല്ലെങ്കിൽ കുറച്ച് പുറത്ത് പോകും. നമുക്കിത് അടിച്ച ശേഷം ബാക്കിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ തയ്യാറാക്കി നോക്കണം. നോക്കിയിട്ട് റിസൾട്ട് അറിയിക്കണേ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അടിച്ചതിന് ശേഷമുള്ള ഒരു മാറ്റം കൂടി നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇത് കണ്ടോ, വഴുതനയൊക്കെ നല്ല ഉഷാറായി നിൽപ്പുണ്ട്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും വരാം. എല്ലാവർക്കും ബായ്.